മൂവി ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഇമോഷൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ്. ജോണർ പറയുകയാണെങ്കിൽ സെന്റിമെന്റ്സ്, അതുപോലെ ത്രില്ലർ മൂവിയാണ്. ഫാമിലിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു മൂവി തന്നെയാണ്. അതിനെ First of all, thanking the Almighty for giving me the chance to make this film and to be a part of this event over here. Thanking all IMA Hall members for their full support to conduct this event over here. സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സബ്ജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ whoever we are, whatever we are, the life has its own journey. നമ്മൾ ആരൊക്കെ ആയിരുന്നാലും എന്തൊക്കെയായിരുന്നാലും ജീവിതത്തിന് അതിൻ്റെതായ ഒരു പാതയുണ്ട്. നമ്മളൊക്കെ അതുവഴി സഞ്ചരിച്ചേ പറ്റും. ദ ജേർണി ഓഫ് ലൈഫ്. ദ സെക്കൻഡ് തിങ് ഈസ്, ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന സ്നേഹവാത്സല്യങ്ങളെ അളക്കാൻ ആർക്കും സാധിക്കില്ല. ഇറ്റ്സ് an endless regard and it cannot be measured. So the journey of life, a mother's passion എന്ന 2 ട്രാക്കുകൾ കൂടെ ട്രാവൽ ചെയ്യുന്ന സിനിമയാണ് ഓർമ്മകളിൽ. So that is from our director, sir. Thank you so much. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എൻ്റെ കഥയും കാര്യങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും വിശ്വപ്രതാപ് പറഞ്ഞു. എനിക്കെല്ലാവർക്കും അറിയാം, 200ഓളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഥ കേൾക്കുമ്പോൾ എനിക്ക് കുറേയൊക്കെ ഒരു ഐഡിയ ഉണ്ടാവും ആ സ്റ്റോറിയെ പറ്റി. ഇങ്ങനെ ഈ സിനിമ എങ്ങനെയായിരിക്കും. പിന്നെ ഒരു സിനിമയുടെ സക്സസ് നമ്മുടെ കയ്യിലല്ല, ദൈവത്തിൻ്റെ കയ്യിലാണ്. പക്ഷെ ചെയ്യേണ്ട ജോലി വളരെ ഭംഗിയായിട്ടും സൂപ്പറുമായിട്ടും ഡയറക്ടർ ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും, ഞാൻ ഇതിൻ്റെ ഡബ്ബിംഗ് സമയത്ത് ഈ സിനിമ കണ്ടിരുന്നു, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആര്യനും റോഷനും പിന്നെ ഹീറോയിനും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരെയും എടുത്ത് പറയേണ്ട കാര്യമില്ല, എല്ലാവരും സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഹീറോ, ശരിക്കും ഈ സിനിമയുടെ ഹീറോ ഇതിൻ്റെ കഥ തന്നെയാണ്. അപ്പോൾ വലിയൊരു വിശ്വാസം ഈ സിനിമ നന്നായിട്ട് പോകുമെന്ന്. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിന്നെ ഓഫ്കോഴ്സ് മീഡിയയുടെ വലിയൊരു സപ്പോർട്ട് ഇങ്ങനത്തെ സിനിമയ്ക്ക് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സിനിമ സക്സസ് ആവാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. താങ്ക് യു.
എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ഓർമ്മകൾ എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ചിൽ എത്താൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഈ സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചാലും വളരെയധികം സന്തോഷം, ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് തന്നെ ഞാൻ കരുതാണ്. കാരണം മുമ്പ് 1-2 സിനിമകൾ കാമുകി വാങ്ക് ഇതിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ലീഡ് റോളായിട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അത് പ്രതാപ് സാർ എന്നെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടെങ്കിലും സാറിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. ഞാൻ തന്നെയാണ് വീണ എന്ന ക്യാരക്ടർ എന്നുള്ളതിന് സാറിന് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നില്ല. സാറിൻ്റെ ഒരു ഷർട്ടിൽ തന്നെയാണ് ഞാൻ ഈ റോള് ടേക്കപ്പ് ചെയ്തത് തന്നെ. പിന്നെ വളരെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നു. കാരണം ആ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമയുടെ കഥ മുഴുവൻ സഞ്ചരിക്കുന്നത്. അവരുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്ക്രീൻ സ്പേസ് കിട്ടിയ മൂവിയാണ്. സാർ ആക്ച്വലി ഓഡിഷൻ ചെയ്തിട്ടോ ഞാനിതൊക്കെ പെർഫോം ചെയ്യുമെന്നൊന്നും അറിയാതെയാണ് സാർ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സിനിമ കണ്ടില്ല. അപ്പോൾ ഈ സിനിമയ്ക്ക് എല്ലാവിധ ഭാവുകങ്ങളും ഇതൊരു വലിയ സക്സസ് ആയി മാറട്ടെ എന്നും ആശംസിക്കുന്നു. എല്ലാവരും സിനിമ കാണുക. താങ്ക്സ് ഫോർ ഓൾ ദ മീഡിയ സപ്പോർട്ട്. താങ്ക്സ് ടു എവ്രി വൺ. വളരെ സന്തോഷം തോന്നുന്നു. മിസ്റ്റർ പ്രതാപ് എൻ്റെ ഒരു അനുജനാണ്. മോർ ദാൻ പ്രൊഡ്യൂസർ, ഡയറക്ടർ. അദ്ദേഹത്തിന് ഞാൻ കൊടുത്തേക്കുന്ന സ്ഥാനം എൻ്റെ ഒരു അനുജന്റെ സ്ഥാനമാണ്. അദ്ദേഹം അതുപോലെ തന്നെ ആ ബഹുമാനവും ആ ഇഷ്ടവും എന്നും എന്നോട് കാണിക്കാറുണ്ട്. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് മൈ ഗുഡ് ഫ്രണ്ട് Shankar and all the people involved here, youngsters, Aryan, Roshan, Master David, Deepa, our production controller, Mr. Mahesh, Jayasheelan, ഇതിന്റെ ആർട്ട് ഡയറക്ടർ വിനിൽ, നമ്മളോട് പ്രവർത്തിച്ചവരെല്ലാവരും, ഒരു അനിൽ, പ്രസാദ്, ഇങ്ങനെ പേരെടുത്ത് പറയാമെങ്കിൽ ഓരോരുത്തരെ ആൾക്കാരുടെ പേര്, നിതിൻ, ക്യാമറാമാൻ, എല്ലാവരും വളരെയധികം സന്തോഷത്തോടുകൂടിയും ഇതൊരു കൂട്ടായ്മയായിരുന്നു. ഇപ്പൊ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ ഈസ് എ ബ്യൂട്ടിഫുൾ മൂവി, വെൽ പ്രസന്റഡ്, വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സിനിമ എനിക്കും കാണാൻ പറ്റിയിട്ടില്ല, ഡബിങ് സമയത്ത് കണ്ടതേ ഉള്ളൂ. എന്നാൽ എപ്പോഴും എന്നെ പ്രതാപ് വിളിച്ച്, വിശ്വപ്രതാപ് ഇതിന്റെ പ്രൊഡ്യൂസർ വിളിച്ചത്, ഇറ്റ്സ് വണ്ടർഫുൾ, ഇറ്റ്സ് സോ ഗുഡ്, യു ഹാവ് ഡൺ സോ വെൽ, ശങ്കരേട്ടൻ ഭംഗിയായിട്ടുണ്ട്, കാർത്ത, ദീപ നന്നായിട്ടുണ്ട്. അങ്ങനെ ഓൾമോസ്റ്റ് ഉള്ള 2 ദിവസം കൂടുമ്പോൾ അദ്ദേഹം വിളിച്ച് ഈ സിനിമയെ കുറിച്ച് അത്രയും എന്താ പറയുക, ഒരു ഭയങ്കരമായ ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു പ്രൊഡ്യൂസർ ഡയറക്ടറിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നാസറിക്ക പറഞ്ഞ പോലെ ഇതായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ലേർണിംഗ് ഞാൻ പറയും. ദ വേ വിശ്വ സർ കേം ആൻഡ് സെലക്ടഡ് മീ ഇസ് ഓൾവേസ് എ ലേർണിംഗ് ഫോർ മീ. യു നോ, ബീങ് എ ഫാമിലി വിത്ത് ഓൾ ഓഫ് യു ആൻഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ പറയാൻ പോകുന്ന ഈ സിനിമയിൽ ഇറ്റ് വാസ് കുറെ ഉണ്ടായിരുന്നു ലേൺ ചെയ്യാൻ. താങ്ക്സ് ടു Shankar sir for helping us molding youngsters അങ്ങനെ, because it's like a blessing for us, you know. ഇവിടെ വന്നിട്ടും Shankar sir പോലെ നമ്മളിങ്ങനെ help ചെയ്ത് when he molds us towards it, it comes to a very good learning. Thanks to everyone for here. Roshan, my roommate and my everything in the movie. Deepa ma'am who's always been me. Nazar sir, everyone, thank you so much once again for getting this chance and coming here and performing. I've always been performing in the north side of India, but now coming here and learning something new was a very good experience. So thank you so much once again, Vishwa sir, Ajay Kumar, Cheta, everyone for all the support, and I hope this cinema will take it. Thank you so much. Hi, good evening all. Ormakalil, like it says, it was a big experience for me. It has given me a lot of memories. It's more than a movie, it's like a big experience for me. It was a big learning experience. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയാം. ഒരു അടിപൊളി സിനിമയാണ്. ലൈക്ക് പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം എന്ന് വെച്ചാൽ ഒരു നമുക്കാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനത്തെ രീതിയിലാണ് വിശ്വപ്രതാപ് സാറും ക്യാരക്ടേഴ്സും എല്ലാവരും പ്ലേ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ നല്ലൊരു വിജയമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും ഇത് എനിക്ക് ചെയ്യാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഭയങ്കര ആക്റ്റീവായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ള ഈ സിനിമ എല്ലാവരും കാണണം. ഫസ്റ്റ് ഷോയിന് തന്നെ എല്ലാവരും പോയി കാണണം. മാക്സിമം തമിഴ് വർക്കാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ നമുക്ക് ഒരു ഫോക്ക് ടൈപ്പും റാപ്പ് ടൈപ്പും സോങ്ങാണ് മാക്സിമം കൂടുതൽ ചെയ്യാറുള്ളത്. നമുക്കിപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്നോട് സാറ് പറഞ്ഞത് ലൈറ്റായിട്ടുള്ള മ്യൂസിക്, ബഹളങ്ങളില്ലാത്ത സോങ് ആയിരിക്കണം. അപ്പോൾ ഒരുപാട് നമ്മൾ ഇങ്ങനെ ബഹളങ്ങളുള്ള സോങ്ങൊക്കെ ചെയ്ത് ഇപ്പോൾ അൺപെക്ട് വെഷം ചെയ്യാനുള്ള ഒരു ഇതിൽ അങ്ങനെ സാറിങ്ങനെ സംസാരിച്ച് മാക്സിമം
ആ കഥയെല്ലാം ശരിക്കും കഥ കേട്ടതിന് ശേഷമാണ് കമ്പോസ് ചെയ്തത്. അതിന്റെ ഓഡിയോ ലോഞ്ച് അതിന് എല്ലാവരും എത്തിച്ചേർന്ന് എല്ലാവർക്കും താങ്ക്സ് പറയുന്നു. പ്രത്യേകിച്ച് ശങ്കരേട്ടനോടൊപ്പം ഇങ്ങനെ ഒരു സിനിമയിൽ സഹകരിക്കാൻ കഴിഞ്ഞ വളരെ സന്തോഷം. ഒരു നിമിഷം തന്നെയാണ്. We are going to witness the trailer of ormakalil, a mother's passion. Yes sir, please. റഷ്യൻ വാലിയിൽ വെച്ച് ആ ഫ്ലൈറ്റ് ക്രാഷ് ഉണ്ടായത്. അന്ന് വീണയ്ക്ക് വെറും 6 വയസ്സായിരുന്നു. ഒരമ്മയാവാൻ സാധിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്ന എനിക്ക് ദൈവം ആ ഭാഗ്യം തന്നില്ലേ? സ്റ്റേറ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്ന ഒരു സ്റ്റുഡന്റ് അല്ലേ നീ? ഒരു സ്പെഷ്യൽ മിഷനായിട്ട് വന്നിരിക്കുന്ന DH സാറിന്റെ മകനാ. ഇവിടെ വന്നതിന് ശേഷം മനുഷ്യത്വവും സ്നേഹവും ഒക്കെ അനുഭവിച്ചു തുടങ്ങിയത്. സഞ്ജയ് എന്റെ ജീവൻ മാത്രമല്ല, എന്റെ ഭാഗ്യം കൂടിയാ രശ്മി. ഇവിടുത്തെ അമ്മയെ കുറിച്ച് നരേഷ് എപ്പോഴും പറയാറുണ്ട്. Your brain is brilliant. Understand and trust it. துணை வந்து சேரும் நேரம் மோசமான நேரம், ரொம்ப மோசமான நேரம். ഇന്റർനാഷണൽ പോലീസിന്റെ സപ്പോർട്ടോടെ we will catch you. ഗോവ പോലീസ് will join me. എനിക്ക് ഉറപ്പാ മമ്മി, എന്റെ ഡാഡി വരും. In this wonderful night I lay on the lap. ദൈവം എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ടും എന്റെ ജീവിതം ഇങ്ങനെ രശ്മി. ഞാനായിരിക്കുമായിരുന്നു ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. ജീവിത സാഹചര്യങ്ങൾ ശരിക്കും എന്റെ ജീവിതത്തെ തോൽപ്പിക്കായിരുന്നു മോളെ. അപ് ടു മൈ മെഡിക്കൽ എക്സ്പീരിയൻസ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. It's all about a mother's passion.